കെജ്രിവാൾ ജയിലിനുള്ളിൽ മാസങ്ങളോളം കഴിഞ്ഞു. ആ നിലക്ക് പിണറായി വിജയൻ മാസങ്ങളല്ല വർഷങ്ങളോളം ജയിലിനുള്ളിൽ കഴിയേണ്ട ഒരു വ്യക്തിയാണ്, നമുക്കൊക്കെ അറിയാം. കാരണം കെജ്രിവാളിനെതിരെ എന്തൊക്കെയായിരുന്നു ആരോപണങ്ങൾ, അത്തരം ആരോപണങ്ങളുടെ 100 ഇരട്ടിയാണ്, 100 ഇരട്ടിയോ 10,000 ഇരട്ടിയോ ആണ് പിണറായി വിജയനെതിരെ ഇവിടെ ഉയർന്നു വന്ന ആരോപണങ്ങൾ. ആ ആരോപണങ്ങളിൽ എത്രമാത്രം കഴമ്പുണ്ട് എന്നുള്ളത് ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് കണ്ടെത്തിയില്ല, കണ്ടെത്താൻ അവർ ശ്രമിച്ചില്ല എന്ന് പറയുന്നതാവും നല്ലത്. കാരണം ആര് അനുവദിച്ചില്ല? കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല, BJP അനുവദിച്ചില്ല. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കോൺഗ്രസ് ജയിക്കരുത്, ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ജയിക്കരുത്, ഇവിടെ CPM വേണം ജയിച്ചോട്ടെ എന്നുള്ളൊരു മനോഭാവമാണ് അവർക്ക്. കാരണം കോൺഗ്രസ് കേരളത്തിൽ കൂടി ജയിക്കാതിരുന്നാൽ കോൺഗ്രസിന്റെ സ്ഥിതി, കോൺഗ്രസിന്റെ കഥ ഏതാണ്ട് ഇന്ത്യയിൽ തന്നെ കഴിയുന്നുള്ള അവസ്ഥയാണ്. കാരണം ഇപ്പം നടന്ന ഈ 5 എന്ന് പറയുന്ന നാളെ ഫലമറിയാൻ പോകുന്ന ഈ 5 സംസ്ഥാനങ്ങളിൽ, കേരളം ഉൾപ്പെടെയുള്ള ഈ 5 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഏക പ്രതീക്ഷയുള്ളത് കേരളത്തിൽ മാത്രമാണ്. അപ്പൊ കേരളത്തിലും കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന്റെ സ്ഥിതി പറയാനില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയന് വാഴ്ത്തുപാട്ടുകൾ, അങ്ങനെ വാഴ്ത്തുപാട്ട് സംഘങ്ങൾ ഇങ്ങനെ വാഴ്ത്തുപാട്ടുകൾ ഒരു ഭാഗത്ത് എന്ന് പറയാൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ആലപിക്കപ്പെടുമ്പോൾ മറുഭാഗത്ത് പിണറായി വിജയനെ എതിർക്കുന്ന, പിണറായി വിജയന്റെ ധാർഷ്ട്യം, പിണറായി വിജയന്റെ ധൂർത്ത്, പിണറായി വിജയന്റെ കള്ളത്തരങ്ങൾ. അതായത് മറ്റൊന്ന് പിണറായി വിജയൻ, ഞാൻ പറഞ്ഞു 2 കള്ളത്തരങ്ങളാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഒന്ന് ഈ വീണ ഇങ്ങനെ മാസപ്പടിയൊന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ നിയമസഭയിൽ 2 കൈയും ഉയർത്തിക്കൊണ്ട് എന്റെ 2 കൈകളും പരമശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ പിണറായി വിജയൻ പറഞ്ഞു ഈ വീണ IT കമ്പനി തുടങ്ങിയത് എന്റെ ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് എന്ന് പറഞ്ഞത്. എന്റെ പിണറായി വിജയ, അത് 100% കള്ളത്തരാണ് മോനെ, അത് നമുക്കൊക്കെ അറിയാം. കാരണം നിന്റെ ഭാര്യക്ക് എത്ര പെൻഷൻ കാശ് കിട്ടുന്നു എന്നുള്ളത് നമുക്കൊക്കെ ഊഹിക്കാവുന്നേ ഉള്ളൂ. അത്തരം പെൻഷൻ കാശ് കൊണ്ട് ഒരിക്കലും ഒരു IT കമ്പനി തുടങ്ങാൻ പറ്റില്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നത്? എന്റെ കൈകൾ 2 ശുദ്ധമാണ് എന്ന് 2 കൈകളും ഉയർത്തിക്കൊണ്ട് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് നമ്മൾ കണ്ടു. പിന്നെ പിണറായി വിജയൻ പറഞ്ഞ ഏറ്റവും വലിയ കള്ളത്തരം എന്ന് പറയുന്നത് കേരളം വ്യവസായികളെ ആകർഷിക്കുന്ന നാടായി മാറി. കേരളം വളരെ വളരെ പ്രശാന്ത സുന്ദരമാണ്, സമാധാനപരമാണ്. കേരളത്തിൽ ഇവിടെ മതേതരത്വം പൂത്തുലയുകയാണ് എന്ന് പറഞ്ഞാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ വരെ ഇവിടെ അവരുടെ ഇരട്ടിപ്രായമുള്ള മുസ്ലിം യുവാക്കളെ കൊണ്ട്, മുസ്ലിം മധ്യവയസ്കരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു വിടുന്ന പാർട്ടി സെക്രട്ടറി തന്നെ, അല്ലെങ്കിൽ രാജ്യസഭാ MP തന്നെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ വന്ന് അത്തരം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടുന്ന ഒരു നാടാണ് കേരളം. അങ്ങനെ മതേതരത്വം ഇവിടെ പൂത്തുലയുകയാണ് എന്നൊക്കെ പറയുന്ന പിണറായി വിജയൻ പറയുകയാണ്. അങ്ങനെ പ്രശാന്ത സുന്ദരമായ കേരളത്തിൽ ഇവിടെ നമുക്കറിയാലോ, കഴിഞ്ഞ പിണറായി വിജയന്റെ 2ാം ഭരണകാലത്ത് ഇവിടെ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ സാമൂഹികമായ ഒരു അസ്വസ്ഥത, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ജനങ്ങളാകെ ഒരു അരാജകത്വത്തിന്റെ പിടിയിൽപ്പെട്ട പോലെ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലാണ് കേരളം എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മയെ കൊല്ലുന്നു, അമ്മ മകനെ കൊല്ലുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു, സഹോദരൻ സഹോദരിയെ കൊല്ലുന്നു, കാമുകൻ കാമുകിയെ കൊല്ലുന്നു. ഇങ്ങനെ പരസ്പരം കൊന്നും തിന്നുമൊക്കെ കേരള ജനത ഏറ്റവും വലിയ ഒരു അപരിഷ്കൃതമായ ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് എങ്കിൽ ഇവിടെ ക്രമസമാധാനം പരാജയപ്പെട്ടിരിക്കുന്നു. ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ആളാണ് ജീവിതത്തിൽ പിണറായി വിജയനാണ്. പിണറായി വിജയന് ഭരിക്കാൻ അറിയില്ല എന്ന് നമുക്കൊക്കെ അറിയാം. പിണറായി വിജയന് പകരം ഭരിക്കുന്നത് ഇവിടെ പിണറായി വിജയന്റെ ഓഫീസിൽ P. ശശിയാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഇക്കാര്യം നമ്മളോട് വിളിച്ചു പറഞ്ഞത്, അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് PV Anwar ആണ്. PV Anwar പറഞ്ഞു ഇത് പിണറായിസമാണ്, ഇത് കമ്മ്യൂണിസം അല്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ പിന്തുടർന്നുകൊണ്ട് TKG ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ സഖാവ് ഉൾപ്പെടെയുള്ള, G. സുധാകരൻ ഉൾപ്പെടെയുള്ള നിരവധി കമ്മ്യൂണിസ്റ്റുകാരാണ് പിന്നീട് CPM-ൽ നിന്ന് പുറത്തു വന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അവസാനം പിണറായി പറഞ്ഞ കള്ളത്തരം കൂടി ഞാൻ പറയാം. അതായത് പിണറായി വിജയൻ നമ്മളോട് പറഞ്ഞു 3.5 ലക്ഷം കോടി രൂപയുടെ ഒരു വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു വിദേശി P. രാജീവിനെ ചെന്ന് കണ്ടു. P. രാജീവ് ആ വ്യവസായിയെ പിണറായി വിജയന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്തിനാണ് പിണറായി വിജയ ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞത്? 3.5 ലക്ഷം കോടി രൂപ കേരളത്തിൽ മുടക്കി എന്ന് പറഞ്ഞാൽ അതോട് പിന്നെ കേരളത്തെക്കുറിച്ച് കേരളം 3.5 ലക്ഷം കോടിയുടെ മുടക്കിക്കൊണ്ടുള്ള ഒരു വ്യവസായം എന്നൊക്കെ പറഞ്ഞാൽ കേരളമാകെ മാറിയില്ലേ? ആരാണ് വിജയ ആ വ്യവസായി? എന്താ വിജയ ആ വ്യവസായിയുടെ പേര് പറയാത്തത്? ആ വ്യവസായി എങ്ങോട്ട് പോയി വിജയ? അതൊക്കെ ഒന്ന് പറയേണ്ടതല്ലേ? ഇത് ചോദിച്ചത് നമ്മുടെ സിനിമാ നടൻ സലീം കുമാർ ആണ് കേട്ടോ. സലീം കുമാർ തമാശയായ എല്ലാ കാര്യങ്ങളും പറയുന്ന ആളാണ്. സലീം കുമാർ നമ്മളോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഒരു മാനസിക രോഗ ആശുപത്രിയിൽ ഇയാൾ കിടക്കുന്നുണ്ട് എന്നാ പറഞ്ഞത്.
ആര്? ആ വ്യവസായി. എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വട്ടുപിടിച്ച ആൾ എന്തോ പറഞ്ഞത് കേട്ടപ്പോൾ അതാണ് പിണറായി വിജയൻ കേരളീയ സമൂഹത്തോട് പറഞ്ഞത്. അതോ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അമേരിക്കയിലോ മറ്റുള്ള ഒരു വിദ്യാർത്ഥി കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ റോഡൊക്കെ കണ്ടപ്പോൾ ആ വിദ്യാർത്ഥി ചോദിച്ചത്രേ, അല്ല നമ്മൾ ജപ്പാനിലാണോ നമ്മൾ അമേരിക്കയിലാണോ എന്നൊക്കെ ചോദിച്ചത്രേ. ഇവിടുത്തെ ആരോഗ്യരംഗം ലോകത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ ആരോഗ്യ മേഖലയാണ്. എന്താ പറയാ, ചികിത്സാ സംവിധാനമാണ് കേരളത്തിലുള്ളത് എന്ന് പറയുന്ന പിണറായി വിജയൻ തിമിര ശസ്ത്രക്രിയക്ക് വേണ്ടി പോലും കേരളത്തിലെ ആശുപത്രികളിലല്ല പോയത് കേട്ടോ. തിമിര ശസ്ത്രക്രിയ ഏറ്റവും അവസാനം തിമിര ശസ്ത്രക്രിയക്ക് പോയത് ചെന്നൈയിലാണ് എന്നാണ് നമ്മൾ അറിയുന്നത്. മുലക്കുരുവിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോകുന്ന പിണറായി വിജയൻ അറിയാം കേരളത്തിൽ ആരോഗ്യരംഗം കുത്തഴിഞ്ഞതാണ്. ഏതെങ്കിലും കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ പോയാൽ അവിടെ കത്രിയ ശരീരത്തിനുള്ളിൽ വലം കൈ മുറിച്ചു കളയുന്ന അവസ്ഥ, ഹൃദ്രോഗികളാണെങ്കിൽ അവർ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ. ഇങ്ങനെ സർക്കാർ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കൊല്ലുന്ന ആശുപത്രികളാണ് എന്ന് പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സർക്കാർ ആശുപത്രിയിൽ പോകാറില്ല. പിണറായി വിജയൻ എവിടെയേ പോകുള്ളൂ? മറ്റ് സംസ്ഥാനങ്ങളിലേ പോകുള്ളൂ. അതേ അവസരത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രികൾ, സ്വകാര്യ ചികിത്സാ മേഖല എന്ന് പറയുന്നത് വളരെ വളരെ കൃത്യമായി വളരെ പണം ഒരുപാട് വാങ്ങുന്നുണ്ടെങ്കിൽ കൂടി അവരുടെ ചികിത്സാ സംവിധാനങ്ങൾ ലോകോത്തര ചികിത്സാ സംവിധാനങ്ങളാണ്. അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇവിടെ എന്താ പറയാ, ഈ ശിശു മരണങ്ങൾ കുറവാണ്, പ്രസവ സമയത്തുള്ള ഈ മരണങ്ങൾ കുറവാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ആരോഗ്യരംഗത്ത് മുൻപന്തിയിലുള്ള നാടാണ് കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് തുള്ളിച്ചാടാറുണ്ടല്ലോ. അത് ആരോഗ്യമന്ത്രിയുടെ കഴിവുകൊണ്ടല്ല, ഇവിടുത്തെ ഗവൺമെന്റ് സെക്ടറിന്റെ കഴിവുകൊണ്ടല്ല, ഇവിടുത്തെ സ്വകാര്യ മേഖലയുടെ വളരെ ഗുണകരമായ അവരുടെ ചികിത്സാ സംവിധാനങ്ങളെ കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പിണറായി വിജയൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് ഏറ്റവും കഴിവുകെട്ട, അത് നമ്മളോട് ഏറ്റവും അവസാനം പറഞ്ഞത് ആരാണ്? ഡോക്ടർ ബി അശോക് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്. മാത്രവുമല്ല, ഈ മുൻ IAS ഉദ്യോഗസ്ഥനായ ബിജു പ്രഭാകർ, അല്ലെ, തച്ചടി പ്രഭാകരന്റെ മകനായ ബിജു പ്രഭാകർ തന്റെ പുസ്തകത്തിലൂടെ പറഞ്ഞു, ഇവിടെ നടമാടുന്ന കൊള്ളയെക്കുറിച്ച്, അഴിമതിയെക്കുറിച്ച് പറഞ്ഞു, PWDയിലെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ എല്ലാ അഴിമതികളുടെയും കൂടാരമായ, അല്ലെങ്കിൽ തനിക്ക് പുറത്തിറങ്ങാൻ തനിക്ക് 65 കാറുകളുടെ കമ്പനി വേണം, തനിക്ക് പാറ്റൻ ടാങ്ക് വേണം, ഹെലികോപ്റ്റർ വേണം, എന്നാലേ പുറത്തിറങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞ പിണറായി വിജയൻ ഇതാ ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിൽ നിന്ന് കണ്ണൂരിലേക്ക് പോയത് ഒരു കാറിൽ ഒരൊറ്റക്ക് ഏകനായി ഞാനിതാ യാത്രയാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി വിജയൻ പോയത് നമ്മൾ കണ്ടു. അങ്ങനെ ഈ കള്ളനാട്യം വെച്ചു പുലർത്തുന്ന ഈ പിണറായി വിജയനെ മുൻനിർത്തിക്കൊണ്ടാണ് LDF തിരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചത് എന്നുള്ളത് തന്നെയാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടത്തിലേക്ക് പോകുന്നത്. ഏറ്റവും വെറുപ്പുള്ള ഒരു കഥാപാത്രത്തെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയെ നാടുനീളെ വൻ ഹോർഡിങ്ങുകളിൽ എന്താ പറയാ, ഞങ്ങളില്ലെങ്കിൽ കേരളമില്ല എന്നുള്ള തരത്തിലൊരു പ്രചാരണം നടത്തി. ഇപ്പൊ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി വാഴ്ത്തപ്പെട്ടവനായി മാറുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടു. വാസവനാണ് കഴിഞ്ഞ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് എത്തിയപ്പോഴാണ് പറഞ്ഞത് പിണറായി വിജയന്റെ കാലടി പതിഞ്ഞ മണ്ണ് പവിത്രമാണെന്ന് പറഞ്ഞ ആളാണ്. അതായത് പിണറായി വിജയന്റെ കാലടിപ്പാടുകൾ പതിഞ്ഞ ഈ മണ്ണ് പവിത്രമാണ് എന്ന് പോലും പറഞ്ഞ VN വാസവൻ. അതുകൊണ്ടൊക്കെ തന്നെയാണ് VN വാസവനെ ജയിലിൽ പോകാതെ പിണറായി ഇങ്ങനെ പിടിച്ചു നിർത്തിയത്. അല്ലെങ്കിൽ SIT എന്നോ വാസവനെ റാഞ്ചി കൊണ്ടുപോകേണ്ടതായിരുന്നു. കാരണം പത്മകുമാറിനെ പിടിച്ച പോലെ, വാസുവിനെ പിടിച്ച പോലെ ഈ കടകംപള്ളിയെയും വാസവനെയും ഒക്കെ SIT ജയിലിൽ അടയ്ക്കേണ്ടതായിരുന്നു. പക്ഷേ പിണറായി സമ്മതിച്ചില്ല. അത് വേറെ കാര്യം, അതിലേക്ക് നമുക്ക് പിന്നെ കടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, വാസവൻ സ്തുതിഗീതം പാടുമ്പോൾ അപ്പോഴാണ് KK ശൈലജയെ പിണറായി മാറ്റി നിർത്തിയതായിരുന്നു. അല്ലെങ്കിൽ KK ശൈലജ ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞാൽ KK ശൈലജ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ KK ശൈലജയ്ക്ക് ഒരു അപ്രമാദിത്വം വന്നു കഴിഞ്ഞാൽ തന്റെ മരുമോന് സ്ഥാനം കിട്ടില്ല എന്നുള്ളത് കൊണ്ട് KK ശൈലജയെ മാറ്റി നിർത്തുകയാണ് പിണറായി വിജയൻ ചെയ്തത്. അവിടെ പെരാവൂർ പോയി ഇങ്ങോട്ട് കൈയൊക്കെ പിടിച്ച് പൊന്തിച്ചിട്ടുണ്ട്. അതൊക്കെ വെറുതെ ക്യാമറയിൽ, അല്ലെങ്കിൽ പിണറായിയുടെ ചില അഭ്യാസ പ്രകടനങ്ങൾ മാത്രമായിരുന്നു അത് എന്ന് നമുക്കറിയാം. അപ്പം ഇവിടെ പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാത്രം മതി, ഞാൻ കഴിഞ്ഞാൽ പിന്നെ മരുമോൻ മതി എന്നുള്ള ഒരു ലൈനാണ് പിണറായിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പിണറായിയെ സംബന്ധിച്ചിടത്തോളം പിണറായിക്ക് ഇങ്ങനെ വാഴ്ത്തുപാട്ടുകൾ പാടുന്നത്, ഷൈലജ പോലും വാഴ്ത്തുപാട്ടുകൾ പാടിയെന്നാണ് ഞാൻ പറഞ്ഞത്. ഷൈലജ നമ്മളോട് പറഞ്ഞത്, നമ്മളെ ചിരിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതോ ഒരു സർവേ നടത്താൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ അവിടെ 3 സ്ത്രീകൾ ഉണ്ടായിരുന്നു. ആ 3 സ്ത്രീകൾ പറഞ്ഞത്രേ, ആ 3 സ്ത്രീകളോട് ഈ സർവേ നടത്താൻ ചെന്ന ഉദ്യോഗസ്ഥൻ ചോദിച്ചത്രേ, ഈ വീട്ടിൽ നിങ്ങൾ 3 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ 3 സ്ത്രീകൾ പറഞ്ഞത്രേ, ഞങ്ങൾക്ക് എന്ത് പേടിക്കാനുള്ളത്, ഞങ്ങൾക്ക് പിറക്കാതെ പോയൊരു മോനുണ്ടല്ലോ ഞങ്ങളെ സംരക്ഷിക്കാൻ. അപ്പോൾ ഇവരെ
അത്ഭുതത്തോടെ ചോദിച്ചത്രേ, നിങ്ങൾക്ക് പിറക്കാതെ പോയ മോനോ അതാരാണ്? അപ്പൊ ശൈലജ ടീച്ചർ പറയാണ്, അവർക്ക് മനസ്സിലായില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി. എന്താ ശൈലജ ടീച്ചർ മനസ്സിലായത്? ഇവർ പറഞ്ഞ പിറക്കാതെ പോയ മോൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പിണറായി വിജയനാണ്. എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഓരോ അമ്മമാരും ഞങ്ങൾക്ക് പിറക്കാതെ പോയ മോനാണ് ആര്? പിണറായി വിജയൻ എന്ന് കരുതുമെന്ന് പറഞ്ഞ എന്ന് പിണറായി വിജയനെ സോപ്പിട്ട് അവസാനം ശൈലജയെ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് സണ്ണി ജോസഫിന് ഏറ്റവും അധികം സ്വാധീന ശക്തിയുള്ള പേരാവൂരിൽ പോയി മത്സരിപ്പിച്ചു തോൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ സ്തുതി ഗീതങ്ങൾ പാടിയിട്ടൊന്നും പിണറായി വിജയന് അതുകൊണ്ട് വലിയ ഒരു താല്പര്യം തോന്നില്ല. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്തുതി ഗീതങ്ങൾ നമ്മൾ കേട്ടു. കാരണഭൂതൻ എന്നുള്ള ആ പ്രയോഗം പോലും വന്നത് തിരുവാതിര കളിപ്പാട്ടിൽ നിന്നാണ്. പൂവരണി നമ്പൂതിരി എഴുതിയ ആ തിരുവാതിരപ്പാട്ട് അല്ലെ, ഈ CPM എന്ന് പറയുന്ന പാർട്ടി ലോകമെങ്ങും അതിന്റെ ഖ്യാതി പരത്തുന്നത് കാരണഭൂതമാണ് എന്നൊരു തിരുവാതിര കളിപ്പാട്ട് ഇവിടെ ആലപിക്കുകയുണ്ടായി. ആലപിക്കുക മാത്രമല്ല, അതിനനുസരിച്ച് നൂറുകണക്കിന് യുവതികൾ, നൂറുകണക്കിന് സഖാത്തികൾ തിരുവാതിരപ്പാട്ട് പാടി തിരുവാതിര കളി കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിണറായി വിജയനെ കുറിച്ച് വീണ്ടും സ്തുതി ഗീതങ്ങളും സ്തുതിപ്പാട്ടുകളൊക്കെ വീണ്ടും വന്നു. ഈ ഒരു എന്താ പറയാ, സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ ഒരു സംഘടന പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പാട്ട് അവതരിപ്പിക്കുകയുണ്ടായി. പിണറായി വിജയൻ വളരെ അത് ആസ്വദിച്ചു. നേരെ മറിച്ച് പിണറായി വിജയന് മറ്റ് പി ജയരാജനെ കുറിച്ച് ചന്താരകം, ഞങ്ങളുടെ ചന്താരകം എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും പിണറായി വിജയന് ഇഷ്ടപ്പെടില്ല. VS അച്യുതാനന്ദനെ കുറിച്ച് ആൾക്കാർ ജയ് വിളിച്ചു കഴിഞ്ഞാൽ, കണ്ണേകറളെ VS എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയന് മതം പൊട്ടും. അപ്പൊ പിണറായി വിജയൻ അതൊന്നും അനുവദിക്കില്ല. പക്ഷെ പിണറായി വിജയനെ സ്തുതിച്ച് പാടുമ്പോൾ അത് പണ്ടത്തെ മഹാരാജാക്കന്മാരുണ്ടായിരുന്നല്ലോ, അതായത് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് വാഴ്ത്തുപാട്ട് പാടുന്ന ഈ 18 കവികളൊക്കെ നമ്മുടെ ഈ രാജകൊട്ടാരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലുള്ള അരക്കവികളും മുക്കാൽ കവികളും ഒക്കെ ചെരിഞ്ഞു നടക്കുന്ന അശോകനെ പോലുള്ള എഴുത്തുകാരൊക്കെ ധാരാളമുള്ള കേരളത്തിൽ പിണറായി വിജയനെ കുറിച്ച് ഒരുപാട് സ്തുതിഗീതങ്ങൾ ഇങ്ങനെ വന്നു. അങ്ങനെ ഏറ്റവും അവസാനം വന്ന ഒരു സ്തുതിഗീതമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശൈലജ ടീച്ചർ പറഞ്ഞ ആ സംഭവം. അതായത് പിറക്കാതെ പോയ മോനാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെ പക്ഷേ കേരളത്തിലെ ജനങ്ങൾ പൊതുവായി പറയുന്ന ഇയാൾ ഏറ്റവും വലിയ കള്ളത്തരം പറയുന്ന മനുഷ്യനാണ്, ഞാൻ പിണറായി വിജയൻ കള്ളത്തരം പറയുന്ന മനുഷ്യനാണ് എന്ന് വിശ്വസിക്കാൻ കാരണം, ഒന്ന്, പിണറായി വിജയന്റെ മകൾ കരിമണൽ കർത്തായിൽ നിന്ന് 1.25 കോടി രൂപ മാസപ്പടി കൈപ്പറ്റി എന്നുള്ളത് ഒരു സേവനവും കൊടുക്കാതെയാണ് കൈപ്പറ്റിയത് എന്ന് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ എന്ന് പറഞ്ഞാൽ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയായ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമായ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് വളരെ കൃത്യമായി അതിന്റെ രേഖകളിൽ പിണറായി വിജയന്റെ മകൾ, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രം, ആ ഒരു പ്രത്യേക പദവി ഉള്ളത് കൊണ്ട് മാത്രം കരിമണൽ കർത്ത ഈ വീണക്ക് മാസപ്പടിയായി ഇത്ര സംഖ്യ കൊടുത്തു എന്ന് പറയുന്നത് ഏതാണ്ട് 1.25 കോടിയിൽ കൂടുതൽ രൂപ കൊടുത്തു. അതിനേക്കാൾ കൂടുതൽ എത്ര ഒരു പ്രത്യേക കാലയളവിനുള്ളിലാണ് കേട്ടോ അത്രയും സംഖ്യ കൊടുത്തത്. അതിന്റെ മുമ്പുള്ള കാലമൊക്കെ പരിഗണിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് മാസപ്പടിയായി വീണ കൈപ്പറ്റിയത് എന്ന് എന്താ പറയാ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരുടെ റിപ്പോർട്ടുകളിലൊക്കെ സൂചിപ്പിക്കുന്നു. ഇത് സംബന്ധിച്ചാണ് SFIO അന്വേഷണം വന്നത്. SFIO അന്വേഷണം ഇപ്പോൾ മരവിച്ച് കിടക്കുകയാണ്, നമുക്കറിയാം. കാരണം പിണറായി വിജയൻ ഈ ജയിലിനുള്ളിൽ പോകാതെ ഇരിക്കുന്നത് BJP യുടെ കാരുണ്യം കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.